നമസ്കാരം ജയസൂര്യൻ സർ. നമസ്കാരം. ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയല്ലോ. സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. ഇതിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയാൽ പോലും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും? ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമേ അല്ല ലക്ഷ്മി. ഇപ്പോ ലക്ഷ്മിയോട് ചോദിച്ചല്ലോ, ഇത് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ കോടതിയിൽ പോയാൽ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും നന്നായിട്ട് അറിയാം. ഇതിന്റെ പിന്നിലുള്ളത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പാണ്. അതായത് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് വേണ്ടി കോടിക്കണക്കിന് രൂപ അലോട്ട് ചെയ്യുന്നു. ഈ കോടിക്കണക്കിന് രൂപ CPM-ന്റെ പോക്കറ്റിൽ ചെല്ലുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന അടുത്ത നടപടിക്രമങ്ങൾ ഞാൻ പറയാം. ഇനിയിപ്പോൾ അതിനുവേണ്ടി ഒരു നിയമോപദേശം തേടുന്ന ഓരോ വക്കീലിനും ലക്ഷക്കണക്കിന് രൂപ ഫീസായിട്ട് കൊടുക്കും. അതും CPM അടിച്ചു മാറ്റും. അത് കഴിയുമ്പോൾ സുപ്രീം കോടതി കേസ് കൊടുക്കാൻ പറയും. ഉടനെ സുപ്രീം കോടതിയിൽ കേസ് നടത്താൻ വേണ്ടി കോടാനുകോടി രൂപ ഫീസ് കൊടുത്തുകൊണ്ട് കുറെ വക്കീലന്മാരെ വെക്കും. അങ്ങനെ ആ നടപടിക്രമങ്ങൾ കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ അവസാനം സുപ്രീം കോടതി ഇത് തള്ളും. ഇതൊന്നും അറിയാൻ വയ്യാത്ത കാര്യമല്ല. അങ്ങനെ സുപ്രീം കോടതി ഇത് തള്ളുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു 1-2 വർഷക്കാലത്തിനിടയിൽ അന്വേഷണ കമ്മീഷനുകൾ, നിയമോപദേശം, സുപ്രീം കോടതി കേസിന്റെ ഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണിത്. അപ്പൊ ഇതിന്റെ സാമ്പത്തിക വശം ഇതാണ്. ഒരു സാമ്പത്തിക കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുത്തുന്നതും ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചതും. ഇനി മറുവശത്ത് അവിടെ സമരം ചെയ്യുന്നവരുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാനും സർക്കാരിന് എളുപ്പമായി. അയ്യോ, ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുകയല്ലേ, അപ്പോ ഹൈക്കോടതി അത് റദ്ദാക്കിയെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി പോകും, നിങ്ങളൊന്നും പേടിക്കണ്ട, അതുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് തീരട്ടെ എന്ന് പറയും. കോഴിക്ക് മുല വരുമെന്ന് പറയുന്നത് പോലെ ഇവർ കുറെ കാലം കൊണ്ടു നടക്കും. കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഫണ്ട് ഉണ്ടാക്കും. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതറിയാതെ ആരെങ്കിലും പാവപ്പെട്ട മുനമ്പം നിവാസികൾ ഈ സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക, അവര് സർക്കാരിന്റെ ഏജന്റാണ്. മുനമ്പത്ത് നടക്കുന്ന സമരത്തിനകത്ത് പോലും ഇതിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവിടെ പോയി ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവര് സർക്കാരിന്റെ ഏജന്റുമാരാണ്. കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടാണ് ഇവരൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് കോടാനുകോടി രൂപ മറിയുന്ന ഒരു വമ്പൻ ബിസിനസ് ആക്കി മുനമ്പം സമരത്തെ മാറ്റിയെടുക്കുകയും മുനമ്പം സമരം കൊണ്ട് പണം ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തന്ത്രം മെനയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ കോടതി പറഞ്ഞത് വഖഫ് ഭൂമിയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയെടുത്തെല്ലാം ഈ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലെ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണല്ലോ. പക്ഷെ മുനമ്പം നിവാസികൾക്ക് ഇനിയുള്ളൊരു പ്രതീക്ഷയെ വഖഫ് ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നതിലായിരിക്കും. മുസ്ലിം വ്യക്തി നിയമ ബോർഡൊക്കെ ഇന്ന് വലിയ ഒരുപക്ഷെ ഭീഷണിയുടെ സ്വരത്തിലൊക്കെയാണല്ലോ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. അപ്പൊ മുനമ്പം നിവാസികൾക്ക് ഇനി ഏക പ്രതീക്ഷ ഈ ബില്ലിലാണ് എന്നുള്ള കാര്യത്തിൽ ഇനി അങ്ങോട്ട് സംശയമില്ലല്ലോ. കാരണം കേരള സർക്കാരും താങ്കൾ പറഞ്ഞ ഒരു സാമ്പത്തിക തട്ടിപ്പാണല്ലോ ഇതിന്റെ പേരിൽ നടത്തുന്നത്. തീർച്ചയായിട്ടും അതെ, ലക്ഷ്മി പറഞ്ഞത് അതിന്റെ യാഥാർത്ഥ്യമാണ്. അതായത് ഈ വഖഫ് നിയമ ഭേദഗതിയിൽ കൂടി അല്ലാതെ മുനമ്പം നിവാസികൾക്ക് യാതൊരു ശാശ്വത പരിഹാരവും കിട്ടില്ല. അത് ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് ആ വഖഫ് നിയമ ഭേദഗതി പാസ്സാക്കിയെടുത്ത് അത് എത്രയും പെട്ടെന്ന് നിയമമാക്കി കൊണ്ടുവരിക, അതിനാവശ്യമായ ഒരു സാമൂഹ്യ പിന്തുണ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും ശാസ്ത്രീയമായ അതുപോലെ തന്നെ കരണീയമായ ഒരേ ഒരു മാർഗം. നേരെ മറിച്ച് അതിനെതിരെ സമരം ചെയ്യുക, അതിനെതിരെ ബോധവൽക്കരണം നടത്തുക, അതിനെതിരെ കോടതിയിൽ പോവുക എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അതായത് ഇന്ത്യൻ പാർലമെന്റിലെ മഹാഭൂരിപക്ഷത്തോടെ ഒരു ബില്ല് പാസ്സാക്കിയെടുത്ത് അത് പ്രസിഡന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനയുടെ ഭാഗമായി, അത് ഇവിടുത്തെ രാജ്യത്തെ നിയമമായി. പിന്നെ ആ നിയമത്തെ മറികടക്കാൻ ഒരു സുപ്രീം കോടതിക്കും കഴിയില്ല. പക്ഷേ അതുവരെ അങ്ങനെ ഒരു ഉത്തരവ് പാസാക്കി പാർലമെന്റിന്റെ തീരുമാനം ഒരു ഉത്തരവായിട്ട് നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്നത് വരെ, അത് ഭരണഘടനയുടെ ഭാഗമാകുന്നത് വരെ കണ്ണിൽ പൊടിയിടുകയും, അതായത് പണ്ട് പറയുമല്ലോ വെളുക്കോളം കക്കാം എന്ന് പറയല്ലേ, എന്ന് പറയുന്നത് പോലെ ഒരു കള്ളന്മാരുടെ ന്യായമാണിത്. അതായത് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്ന സമയം വരെ മലയാളിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും തോറും ഖജനാവ് ശൂന്യമാകും, പാർട്ടിക്കാരുടെ പോക്കറ്റ് സമ്പന്നമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ്. ഇതിന്റെ ഒരു വശം ജനങ്ങളുടെ നേരെ പിടിക്കുന്ന വശം മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയുള്ള മുനമ്പം സമരമാണ്, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനാണ്, അതല്ലെങ്കിൽ ഹൈക്കോടതി കേസാണ്, സുപ്രീം കോടതി കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.
അപ്പൊ അതിന്റെ പേരിൽ കോടികൾ മറിയുമ്പോഴും മറുവശത്ത് തീർച്ചയായിട്ടും ഈ നിയമം നടപ്പായാലല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം മുനമ്പം നിവാസികൾക്കും ഇന്ത്യയിലുള്ള എല്ലാ വഖഫ് ഇരകൾക്കും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വഖഫ് വിക്ടിംസ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഈ നിയമപരിഹാരമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതേതായാലും പാർലമെന്റ് പാസാക്കും, അതേതായാലും BJP ഗവൺമെന്റ് നടപ്പിലാക്കുകയും ചെയ്യും. അതോടുകൂടി ലോകത്തെ 60 മുസ്ലിം രാജ്യങ്ങളിൽ ഇല്ലാത്ത ശരിയ നിയമം ഇന്ത്യയുടെ മുകളിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. അതുകൊണ്ട് ഇന്ത്യൻ കോടതിക്കും ഭരണഘടനയ്ക്കും മുകളിൽ ശരിയ നിയമം ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് നടത്താൻ ശ്രമിച്ച ഈ ഭരണ പരിഷ്കാരം BJP ഗവൺമെന്റ് പരിപൂർണമായിട്ടും റദ്ദാക്കുകയും ഇന്ത്യയെ ശരിയ നിയമത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമായി നമ്മൾ കാണാൻ പോവുകയാണ്. ഈ കോടതിയിൽ സർക്കാർ ബബ്ബ അടിക്കുന്നത് ആദ്യമല്ലല്ലോ. കോടതിയെ നിശ്ചിതമായി വിമർശിക്കും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, മറുപടി പറഞ്ഞേ മതിയാകും. ഇത്തവണ പറഞ്ഞത് ഈ ജുഡീഷ്യൽ അന്വേഷണമല്ല, വസ്തുത അന്വേഷണമായിരുന്നു ഇവരുടെ ചുമതല എന്നുള്ളതാണ് കമ്മീഷന്റെ. എന്നുവെച്ചാൽ അവിടെ താമസിക്കുന്നവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും ഒക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുക എന്നുള്ളത്. ഇതിനെന്താണ് നിയമസാധുത? താങ്കളുടെ അഭിഭാഷകനായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. ഇതിന് യാതൊരു നിയമസാധുതയും ഇല്ല. വസ്തുത അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം, നിയമപരമായ അന്വേഷണം, ഭരണഘടനാപരമായ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സമിതിയെയോ കമ്മിറ്റിയെയോ നിയമിക്കുന്നു. ആ കമ്മിറ്റിക്കകത്തും സമിതിയിലുമുള്ളവർക്ക് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വെക്കുന്നു, അവർക്ക് കാർ അനുവദിക്കുന്നു, അവർക്ക് വീട് അനുവദിക്കുന്നു, അവർക്ക് ഡൽഹി യാത്രാപ്പടി അനുവദിക്കുന്നു, അവർക്കും കുടുംബാംഗങ്ങൾക്കും വിദേശയാത്ര അനുവദിക്കുന്നു. ഇങ്ങനെ അങ്ങ് പോകും ഇത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഈ അമേരിക്കയുടെ ഒപ്പം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശ്, 25 കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 3 പേരാണ് അവിടുത്തെ PSC മെമ്പർമാര്. ഇവിടെയോ അതിന്റെ 10-1 ജനസംഖ്യ മാത്രമുള്ള കേരളത്തില് PSC മെമ്പേഴ്സ് എന്ന് പറയുന്നത് 21 പേരാണ്. അപ്പോ ഇതൊരു കൊള്ളയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതും ഒരു കൊള്ളയാണ്. ഈ കൊള്ളയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കത് തടഞ്ഞേ പറ്റും. പക്ഷെ തടഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രതിപക്ഷം BJPയും അപ്പൊ തന്നെ UDFും എല്ലാം തടയാൻ മുന്നിൽ നിൽക്കേണ്ടവരാണ്. ഇതൊന്നും ഈ പിണറായി സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ ഈ പ്രതിഷേധങ്ങൾ വിലപ്പോകുന്നില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ? അല്ല, പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനല്ലാതെ എന്ത് കഴിയും? പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, ഇവിടുത്തെ ചിന്തകർ, ഇവിടുത്തെ പത്രപ്രവർത്തകർ, ഇവിടുത്തെ ചാനലുകൾ, അവരെന്താണ്? അവരെയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നു. ഇപ്പൊ ABC ഇത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ABCക്ക് ആ കോടികൾ വേണ്ടാത്തത് കൊണ്ടാ. നിങ്ങൾ നിശബ്ദനാകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കോടികൾ കിട്ടും. അപ്പോൾ ഈ തരത്തിൽ കേരളത്തിന്റെ പൊതുബോധത്തെ കോടികൾ കൊണ്ട് വിലയ്ക്ക് മേടിക്കുന്ന ഒരു ഭീകര ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത് ജനകീയമായിട്ടുള്ള ഒരു മഹാപ്രക്ഷോഭത്തിലേക്ക് വരും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ഇതിന്റെ ഭീകരത അനുഭവിക്കുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങളും ഇവിടുത്തെ പള്ളികളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പരസ്യമായി തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഈ ഭരണകൂടത്തെ വലിച്ചു താഴെയിടുന്ന കാലഘട്ടം വിദൂരമല്ല. അതുകൊണ്ട് നിയമത്തെ അംഗീകരിക്കാൻ തയ്യാറില്ല, അതിനെ വെല്ലുവിളിക്കാനാണ് പിണറായി സർക്കാർ ഒരുങ്ങുന്നതെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരെ വൻപിച്ച ജനപ്രക്ഷോഭം ഉണ്ടാകും. കാരണം കേരളത്തില് വിമോചന സമരം ഉണ്ടായ നാടാണെന്നുള്ളത് പിണറായി മറക്കരുത്. അന്ന് ആരായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് മറക്കരുത്. അതായത് കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ ഐക്യമാണ് അന്ന് ഒന്നാം വിമോചന സമരത്തിലൂടെ അന്നത്തെ ആദ്യത്തെ EMS മന്ത്രിസഭയെ താഴെ ഇറക്കിയതെങ്കിൽ ഇന്ന് വീണ്ടും അതേ ഹൈന്ദവ ക്രൈസ്തവ മുന്നേറ്റത്തിലൂടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായി പിണറായി സർക്കാരിനെ താഴെയിടാൻ വേണ്ടിയുള്ള 2ാം വിമോചന സമരത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. അതിന് വഴിവഴി നേടുന്നത് പിണറായിയുടെ ഇത്തരം മണ്ടൻ തീരുമാനങ്ങളായിരിക്കും. ഏതായാലും കേരളം മണ്ടന്മാരുടെ രാജ്യമല്ല എന്ന് തെളിയിക്കുന്ന വമ്പൻ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് പിണറായി ചെയ്തിരിക്കുന്നത്. അതിന് കേരള ജനസമൂഹം ശക്തമായ തിരിച്ചടി നടത്തും. അതോടെ ഇന്ത്യയിൽ അവശേഷിച്ചിരിക്കുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ അന്ത്യമാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.